കണ്ണൂരിലെ ആ ഉച്ചതിരിഞ്ഞ സായാഹ്നം എരിഞ്ഞുതീർന്ന ഒരു സ്വപ്നം പോലെയായിരുന്നു. ജൂലൈ മാസത്തിലെ ഈർപ്പമുള്ള ചൂടിൽ പഴയ കെട്ടിടത്തിന്റെ മുകൾ നിലയിലെ മുറി വെന്തുരുകി. സീലിംഗ് ഫാൻ പരമാവധി വേഗത്തിൽ കറങ്ങിയിട്ടും വിയർപ്പ് കാർത്തിക്കിന്റെ നെറ്റിയിൽ നിന്ന് കഴുത്തിലേക്ക് ഒലിച്ചിറങ്ങി. ഈ മുറി ഒരു കാലത്ത് കാർത്തിക് കൺസ്ട്രക്ഷൻസിന്റെ തലസ്ഥാനമായിരുന്നു. ജില്ലയിലെ പ്രധാന നിർമ്മാണ പദ്ധതികൾക്ക് ഇവിടെ വെച്ച് രൂപം നൽകിയിരുന്നു. ഇന്ന് ആ പ്രതാപത്തിന്റെ പൊടിപിടിച്ച കാറ്റലോഗുകളും മൂലയിലിരുന്ന പുരസ്കാര ഫലകങ്ങളും നഷ്ടപ്പെട്ട പ്രതാപത്തിന്റെ നിശബ്ദ സാക്ഷികളായി. ഇപ്പോൾ ഈ ഓഫീസ് കടം നൽകിയവരുടെ, പ്രത്യേകിച്ച് പലിശക്കാരുടെ താൽക്കാലിക താവളമാണ്. അകത്ത് കട്ടിയുള്ള അടഞ്ഞ കതകിനു പിന്നിൽ പരുക്കൻ രൂപികളായ രണ്ടുപേർ കാർത്തിക്കിന്റെ നേർക്ക് തീവ്രമായി ചോദ്യങ്ങളെറിയുന്നു. അവരുടെ കണ്ണുകളിൽ ഒരുതരം കച്ചവട കണ്ണുണ്ട്. നഷ്ടപ്പെട്ട പണത്തിന്റെ കണക്കുകൾ മാത്രം. കാർത്തിക്, നീ ഒരുപാട് നടിച്ചു. പക്ഷേ ഈ പലിശ, ഇത് മുടങ്ങരുത്. നിന്റെ ഈടുവെപ്പ്, അത് നിന്റെ വാക്കു മാത്രമാണ്. കടക്കാരിൽ പ്രധാനിയായ വേലായുധൻ തന്റെ തോളിലെ തോർത്തുമാറ്റി കസേരയിലേക്ക് ആഞ്ഞിരുന്നു. അയാളുടെ ശബ്ദം താഴ്ന്നതെങ്കിലും അതൊരു ഇടിമുഴക്കം പോലെ കാർത്തിക്കിന്റെ കാതിൽ പതിച്ചു. 70 ലക്ഷം രൂപ. ഓഹരി വിപണിയിലെ ഒരു ഉറപ്പുള്ള നിക്ഷേപകന്റെ വാക്കുകൾ വിശ്വസിച്ച് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റ് സംഭവിച്ചത് കാർത്തിക് ഓർത്തു. അതേസമയം പുറത്ത് സിമന്റ് പടികളിൽ ദീപ്തിയിരിക്കുന്നുണ്ടായിരുന്നു. അവളുടെ തേങ്ങൽ ശബ്ദമില്ലാത്തതായിരുന്നു. അത് നിശബ്ദമായൊരു നിലവിളിയായിരുന്നു. പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു ഭാര്യയുടെ നിസ്സഹായത. അകത്തെ സംഭാഷണങ്ങൾ അവൾക്ക് വ്യക്തമായി കേൾക്കാം. വലിയ സ്വപ്നങ്ങൾ, വലിയ വീട്, കാർത്തികന്റെ പഴയ വാക്കുകൾ. അവൾക്കൊരു പരിഹാസം പോലെ തോന്നി. ഒരാഴ്ച സമയം തരണം. ഞാൻ എങ്ങനെയെങ്കിലും ഒരു ജോലി കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. കാർത്തിക് ശബ്ദമുയർത്താൻ ശ്രമിച്ചു. അത് കേവലം ഒരു തളർന്ന അപേക്ഷ മാത്രമായിരുന്നു. വീട്ടിലെ സ്ഥിതി ഇതിലും പരിതാപകരമായിരുന്നു. കടം വാങ്ങിയ പണത്തിന്റെ ചൂട് വീടിന്റെ തണുപ്പിനെ പോലും കവർന്നെടുത്തു. ആ രാത്രി കരണ്ട് പോയി ഇരുട്ടിൽ പുറത്തെ ഉറുമ്പുകളുടെ ശബ്ദം പോലും ഭീകരമായി തോന്നി. മക്കൾ ഉറങ്ങാൻ കടന്നു. അവരുടെ നിഷ്കളങ്കമായ ചോദ്യങ്ങൾ കാർത്തിക്കിന്റെ ഹൃദയം തകർത്തു. അച്ഛാ, ഫീസ് കൊടുക്കാത്തതുകൊണ്ട് നാളെ സ്കൂളിൽ പോവേണ്ടേ? ടീച്ചർക്ക് ദേഷ്യം വരുമോ? കടക്കാർ സ്കൂളിൽ വന്ന് ഭീഷണിപ്പെടുത്തുമെന്ന ഭയം കാരണം ഒരാഴ്ചയായി കാർത്തിക് മക്കളെ സ്കൂളിൽ വിട്ടിട്ടില്ല. കുട്ടികളുടെ ഭാവി തന്റെ അതിമോഹം കാരണം ചോദ്യചിഹ്നമായി നിൽക്കുന്നു. ദീപ്തി കട്ടിലിന്റെ അരികിലിരുന്ന് മൊബൈൽ ഫോൺ ടോർച്ചിന്റെ നേർത്ത വെളിച്ചത്തിൽ നിലത്തേക്ക് നോക്കി. നമ്മൾ എങ്ങോട്ടാണ് കാർത്തികെ പോകുന്നത്? എനിക്കിനി ഈ നാട്ടിൽ പേടിച്ച് ജീവിക്കാൻ വയ്യ. എല്ലാം വിറ്റ് ഈ കടങ്ങൾ തീർത്ത് സമാധാനമായി എങ്ങോട്ടെങ്കിലും പോയാലോ? ഈ പണത്തിന്റെ പിന്നാലെ ഓടിയെത്തി നമ്മുടെ സമാധാനം കളഞ്ഞല്ലോ. കാർത്തിക് ഇരുട്ടിലേക്ക് നോക്കി. താനൊരു നല്ല ഭർത്താവ് അല്ലെങ്കിൽ അച്ഛൻ എന്ന സ്ഥാനത്തുനിന്ന് കടക്കാര ഭയന്ന് ഒളിച്ചോടുന്ന ഒരു ഭീരുവായി മാറിയോ? അതെ, അതിമോഹം എന്നെ നയിച്ചത് എങ്ങോട്ടാണ്? പെട്ടെന്ന് മുറ്റത്തൊരു ബൈക്കിന്റെ ശബ്ദം. അതൊരു പ്രാദേശിക പലിശക്കാരനായിരുന്നു. അയാൾ ഗേറ്റ് തള്ളിത്തുറന്ന് അകത്തേക്ക് വന്നു. വിളിക്കാത്ത അതിഥിയായി. കാർത്തിക്, നാളത്തെ പൈസ നാളത്തേക്ക് വേണം. ഇല്ലെങ്കിൽ ഞാൻ ഈ വീടിന്റെ വാതിലിൽ നാളെ മുതൽ കിടക്കും. നാണമുണ്ടോ നിനക്ക്? ആ ഭീഷണിക്ക് മുന്നിൽ കരണ്ട് പോയ ഇരുട്ടിൽ ഒരു വിളക്ക് പോലെ നിൽക്കാൻ പോലും കാർത്തിക്കിന് കഴിഞ്ഞില്ല. അയാൾ വെറുമൊരു നിഴലാണെന്ന് തിരിച്ചറിഞ്ഞു. കൈകൾ കൂപ്പി അയാൾ ദൈവത്തോട് കേഴുന്നു. രക്ഷപ്പെടാൻ എങ്ങനെയെങ്കിലും ഒരവസരം, എവിടെയെങ്കിലും ഒരു വാതിൽ തുറക്കാൻ. മക്കളെ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ കാർത്തിക് ഒരു ദൃഢനിശ്ചയമെടുത്തു. ഈ കടക്കിണിയുടെ തടവരയിൽ നിന്ന് പുറത്തുവരണം. ദീപ്തിക്ക് നഷ്ടപ്പെട്ട സമാധാനം തിരികെ നൽകണം. മക്കളുടെ വിദ്യാഭ്യാസം പുനരാരംഭിക്കണം. അതിനായി ഏത് റിസ്ക്കും എടുക്കാൻ മനസ്സുകൊണ്ട് തയ്യാറെടുക്കുന്നു. അയാൾ പഴയ സുഹൃത്തുക്കളെ വിളിച്ചു. ദുബായിലും ബാംഗ്ലൂരിലുമുള്ള പരിചയക്കാരെ ബന്ധപ്പെട്ടു. തന്റെ ബിസിനസ് തകർച്ചയുടെ ഭാരം ആരോടും പറയാതെ ഒരു നല്ല ജോലിക്കായി അഭ്യർത്ഥനകൾ നടത്തി. ഹലോ രമേഷ്, ഞാൻ കാർത്തിക്. നിന്റെ കമ്പനിയിൽ പുതിയ എന്തെങ്കിലും ഒഴിവുകളുണ്ടോ? എനിക്ക് പെട്ടെന്നൊരവസരം വേണം. മറുപടികളെല്ലാം ഒഴിവല്ലായിരുന്നു. ഇപ്പോഴൊന്നുമില്ല കാർത്തിക്, എല്ലാവർക്കും സ്വന്തം പ്രശ്നങ്ങളാണ്. കുറച്ചു കഴിഞ്ഞ് വിളിക്കാം. എല്ലാ വാതിലുകളും അടഞ്ഞു. നിരാശയുടെ കട്ടിയുള്ള ഇരുട്ട് അയാളെ മൂടി. ഒരു മരുപ്പച്ച തേടി അലയുന്നവനെപ്പോലെ അയാൾ അലഞ്ഞു. ആ നിരാശയാണ് അയാളെ അടുത്ത അധ്യായത്തിലേക്ക് നയിച്ചത്. അതിർത്തികൾ ഭേദിച്ചുള്ളൊരു യാത്രയ്ക്ക് അയാൾ ഒരുങ്ങി. കണ്ണൂരിൽ നിന്ന് രക്ഷപ്പെട്ട് ആരെയും അറിയിക്കാതെ കോഴിക്കോട്ടെ ഒരു ഇടത്തരം ഹോട്ടലിൽ തന്റെ ബിസിനസ് തകർച്ചയുടെ ഭാരം ഒതുക്കി കാർത്തിക് ഇരിക്കുകയായിരുന്നു. ഒരു ചായയുടെ ചൂടിൽ അയാൾ തന്റെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചു. അപ്പോഴാണ് ആ ശബ്ദം കേട്ടത്. കാർത്തിക്, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാനൊന്ന് ഞെട്ടിപ്പോയി. അതായിരുന്നു സുനിൽ, കോളേജ് കാലത്തെ കൂട്ടുകാരൻ. കാർത്തിക് ഒന്ന് ഞെട്ടി. സുനിൽ ഇപ്പോൾ ഒരു വിദേശ ബിസിനസ്കാരനാണ്. അയാളുടെ വേഷം തിളങ്ങുന്ന ലെതർ ഷൂ, കയ്യിലെ സ്വർണവാച്ച്, വില കൂടിയ ഷർട്ട്, എല്ലാം സമ്പന്നത വിളിച്ചോതുന്നു.
നഷ്ടപ്പെട്ട പ്രതാപത്തിന്റെ മുറിവ് കാർത്തിക്കിന്റെ മനസ്സിൽ വീണ്ടും നീറി. സുനിൽ കാർത്തിക്കിന്റെ ദുരിതം കേട്ടറിഞ്ഞപ്പോൾ വലിയ സഹതാപം നടിച്ചു. എനിക്കറിയാം കാർത്തിക്, നീ കടത്തിലാണെന്ന് കേട്ടു. നിന്നെപ്പോലെ കഴിവുള്ള ഒരുത്തൻ ഇങ്ങനെ കിടക്കുന്നത് കാണാൻ എനിക്ക് വയ്യ. ആ വാക്കുകൾ കാർത്തിക്കിന് ആശ്വാസമായി തോന്നി. ഒരു കൈസഹായം. സൗദി അറേബ്യയുമായി ബന്ധപ്പെട്ട് ഞാനൊരു കയറ്റുമതി ഇറക്കുമതി ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. നീ എന്നോടൊപ്പം വന്നാൽ വലിയ ശമ്പളം തരാം. കുറഞ്ഞ ദിവസത്തെ ജോലി മതി. പക്ഷെ ഒരു ചെറിയ റിസ്ക്കുണ്ട്. ബിസിനസിന്റെ ഭാഗമായുള്ള രഹസ്യ നീക്കമാണത്. സുനിൽ കസേര കാർത്തിക്കിന്റെ അടുത്തേക്ക് വലിച്ചിട്ട് ശബ്ദം താഴ്ത്തി പറഞ്ഞു. സുനിൽ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിച്ചു. അയാൾ മയക്കുമരുന്ന് കടത്ത് എന്ന വാക്ക് ഒരിടത്തും ഉപയോഗിച്ചില്ല. പകരം അതീവ ശ്രദ്ധയോടെ വാക്കുകൾ തിരഞ്ഞെടുത്തു. വളരെ വിലപിടിപ്പുള്ള ചില മരുന്നുകൾ ഞങ്ങൾ രഹസ്യമായി കൊണ്ടുപോകാനുള്ളൊരു താൽക്കാലിക ഏർപ്പാടാണിത്. ഒറ്റ തവണത്തെ റിസ്ക് മാത്രമാണ്. ഇതൊരു വലിയ കോൺട്രാക്റ്റാണ്. ഇത് നീ വിജയിച്ചാൽ നിന്റെ 70 ലക്ഷം രൂപ കടം നിസ്സാരമായി തീർക്കാം. നിനക്കൊരു പുതിയ ജീവിതം തുടങ്ങാം. ദീപ്തിയെയും മക്കളെയും സന്തോഷിപ്പിക്കാം. പഴയ പ്രതാപം തിരിച്ചുപിടിക്കാം. സുനിലിന്റെ കണ്ണുകളിൽ ഒരുതരം തീവ്രതയുണ്ടായിരുന്നു. അയാൾ വാഗ്ദാനങ്ങൾ കൊണ്ട് കാർത്തിക്കിന്റെ മനസ്സിൽ ഒരു മായാലോകം സൃഷ്ടിച്ചു. പണത്തിനു വേണ്ടിയുള്ള അത്യാഗ്രഹം ഭയത്തെ പതിയെ പിന്നിലാക്കി. കാർത്തിക് കടക്കിണിയിൽ നിന്ന് പുറത്തുവരാനുള്ള ഒരു സുവർണ അവസരമായാണ് ഇതിനെ കണ്ടത്. കാർത്തിക്കിന്റെ മനസ്സ് രണ്ടായി പകുത്തു. ഒരു വശത്ത് സൗദിയിലെ മയക്കുമരുന്ന് നിയമം, വധശിക്ഷ. പത്രങ്ങളിൽ വായിച്ച വാർത്തകൾ അവന്റെ മനസ്സിലൊരു ഞെട്ടറുണ്ടാക്കി. മറുവശത്ത് കടമില്ലാത്ത ശാന്തമായൊരു ജീവിതത്തിന്റെ മോഹം. ദീപ്തിയുടെ മുഖം അവന്റെ മനസ്സിൽ തെളിഞ്ഞു. ഭയം. ഞാനൊരു കുറ്റവാളിയാകുമോ? എന്റെ കുടുംബം എന്നെപ്പറ്റി എന്തോർക്കും? ഈ ചിന്തകൾ അവനെ അലട്ടി. മോഹം. ഇതല്ലാതെ മറ്റൊരു വഴിയുമില്ല. ഈ കടക്കിണി ഒരു തടവരയാണ്. അതിൽ നിന്ന് പുറത്തുവരാൻ ഇതിലൂടെയേ സാധിക്കൂ. ഒരു രാത്രിയുടെ ഭയം, അതിനുശേഷം സ്വാതന്ത്ര്യം. ഭയം പതിയെ മോഹത്തിനു വഴിമാറി. അവൻ സ്വന്തം മനസ്സിനോട് യുദ്ധം ചെയ്തു. അപ്പോൾ തന്റെ മുൻപിൽ മറ്റൊരു വഴിയുമില്ല എന്ന സത്യം അവനെ കൂടുതൽ നിസ്സഹായനാക്കി. ആ രാത്രി ഉറക്കമില്ലാത്ത ചിന്തകൾക്കൊടുവിൽ കാർത്തിക് സുനിലിന് സമ്മതം നൽകി. ഒറ്റത്തവണ മാത്രം. അയാൾ സ്വയം ഉറപ്പിച്ചു, ഇതിലൂടെ എനിക്ക് രക്ഷപ്പെടണം. സുനിൽ കാർത്തിക്കിന്റെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. അതാണ് എനിക്ക് നിന്റെ അടുത്തുനിന്ന് കേൾക്കേണ്ടിയിരുന്നത്. ഞാൻ നിന്നെ പുറത്തെത്തിക്കും. ദമ്മാമിൽ എന്റെ ആളുകൾ കാത്തിരിപ്പുണ്ടാവും. ഇതൊരു വിദേശയാത്ര മാത്രമാണ്. നിനക്ക് ഞാനൊരു നല്ല പാരിതോഷികം തരാം. സുനിൽ അയാളെ ആലിംഗനം ചെയ്തു. അതൊരു ചതിയുടെ കെണിയിലേക്ക് തള്ളിവിടുന്ന ദുരന്തം നിറഞ്ഞ ആലിംഗനമായിരുന്നു. കാർത്തിക് അറിഞ്ഞില്ല, തന്റെ മോഹം അയാളെ എത്തിക്കുന്നത് രക്ഷയ്ക്കല്ല, മറിച്ച് മരണത്തിലേക്കാണെന്ന്. യാത്രയുടെ തലേ ദിവസം സുനിൽ നേരിട്ട് കാർത്തിക്കിനൊരു പുതിയ ഭാരം കൂടിയ ലെതർ ബാഗ് കൈമാറി. ബാഗിന്റെ അസ്വാഭാവികമായ ഭാരം കാർത്തിക്കിൽ ഭയം നിറച്ചു. നല്ല മരുന്നാണ്. ഇത് എളുപ്പത്തിൽ കൈകാര്യം ചെയ്യണം. ദമ്മാമിൽ രാജേഷ് നിന്നെ കാത്തിരിക്കും, സുനിൽ പറഞ്ഞു. വീട്ടിൽ ദീപ്തിയോടൊരു സാധാരണ ബിസിനസ് യാത്രയെക്കുറിച്ച് കളവ് പറഞ്ഞു. അവളുടെ മുഖത്തൊരു മങ്ങൽ. വേഗം തിരിച്ചു വരണം കാർത്തിക്. ഈ വീട്ടിലിരുന്ന് എനിക്ക് പേടിയാവുന്നു. ആ വാക്കുകൾ കാർത്തിക്കിന്റെ നെഞ്ചിൽ തറച്ചു. താൻ ചെയ്യുന്ന ചതിയുടെ ഭീകരത അയാൾ തിരിച്ചറിഞ്ഞു. കാർത്തിക് ആ മുഖം അവസാനമായി മനസ്സിൽ പതിപ്പിച്ചു. 2004 ജനുവരി 11 ദമ്മാമിലേക്കുള്ള വിമാനത്തിൽ കാർത്തിക് കയറുന്നു. വിമാനത്തിനുള്ളിലെ ഓരോ അനക്കവും ഓരോ അനൗൺസ്മെന്റും അയാളെ പേടിപ്പെടുത്തുന്നു. എയർ ഹോസ്റ്റസിന്റെ പുഞ്ചിരി പോലും ഒരു പരിഹാസമായി തോന്നി. സീറ്റിനടിയിലെ ബാഗിനെക്കുറിച്ചുള്ള ചിന്തകൾ അവനെ വിയർപ്പിച്ചു. ഈ നിമിഷം കഴിഞ്ഞാൽ ഞാൻ സ്വതന്ത്രനാണ് എന്നയാൾ മനസ്സിനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ഈ യാത്ര അവസാനിക്കുന്നതോടെ കടങ്ങൾ അവസാനിക്കും. ഈ ചിന്ത മാത്രമായിരുന്നു അയാളുടെ ആശ്വാസം. എന്നാൽ ഓരോ മണിക്കൂറും ഒരു യുഗം പോലെ തോന്നി. അയാൾ വിയർത്തു കുളിച്ചു. വിമാനം പുറപ്പെടുന്നതിന് തൊട്ടുമുമ്പ് ഗ്ലാസ് വിൻഡോയിലൂടെ കാർത്തിക് പുറത്തേക്ക് നോക്കി. അവിടെ കാർ പാർക്കിങ്ങിന്റെ അരികിൽ സുനിൽ പുഞ്ചിരിച്ചുകൊണ്ട് കൈവീശുന്നു. ആ ചിരിയിൽ അപ്പോൾ അയാൾ തിരിച്ചറിയാത്തൊരു വഞ്ചനയുടെ ഭീകരത ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ഒരു ചതിയന്റെ, കാർത്തികിന്റെ മോഹങ്ങളെ മുതലെടുത്ത ഒരു പിശാചിന്റെ ചിരി. കാർത്തിക് തിരികെ കൈവീശി. എല്ലാം അവസാനിച്ചു. യാത്ര തുടങ്ങി. വിശാലമായ, കർശനമായ നിയമങ്ങൾ വിളിച്ചോതുന്ന അന്തരീക്ഷം. ദമ്മാമിലെ കിങ് ഫഹദ് ഇന്റർനാഷണൽ എയർപോർട്ട്. ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്ത് പുറത്തുവരുമ്പോൾ കാർത്തിക്കിന്റെ നെഞ്ചിലൊരു ഭാരമുണ്ടായിരുന്നു. പെട്ടെന്ന് യൂണിഫോം ധരിച്ച ഒരു സംഘം ഉദ്യോഗസ്ഥർ അയാളുടെ പേര് അറബിയിലും ഇംഗ്ലീഷിലുമായി വിളിച്ചു. കാർത്തിക് മേനോൻ. ഒന്ന് മാതൃകയായി. അയാളുടെ കാലുകൾ കുഴഞ്ഞു. നെഞ്ചിൽ തീകൊറി ഒഴിച്ചതുപോലെ. ഇല്ല, ഇത് ഞാനല്ല. എനിക്ക് അറിയാവുന്ന ആരെയോ വിളിച്ചതാകാമെന്ന് അയാൾ സ്വയം സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഒരു ഉദ്യോഗസ്ഥൻ അയാളുടെ അടുത്തേക്ക് വന്നു. നിങ്ങളുടെ പേര് കാർത്തിക് മേനോനല്ലേ? ഞങ്ങൾക്ക് നിങ്ങളുടെ ബാഗ് ഒന്ന് പരിശോധിക്കണം. അറസ്റ്റ്. ഉദ്യോഗസ്ഥർ ശാന്തരായി ബാഗ് പരിശോധനയിലേക്ക് ക്ഷണിച്ചു. കാർത്തികിന്റെ ശരീരം തളർന്നു. അയാൾക്ക് പ്രതികരിക്കാനായില്ല. എക്സ്റേ പരിശോധനയിൽ രഹസ്യ അറകൾ വ്യക്തമായി.
കട്ടിയുള്ള പ്ലാസ്റ്റിക് കവറുകളിൽ പൊതിഞ്ഞ ഹെറോയിൻ പുറത്തെടുക്കപ്പെട്ടു. 6 കിലോഗ്രാം. അയാൾ അവിടെ തകർന്നു വീഴുന്നു. ചതിക്കപ്പെട്ടു എന്ന സത്യം ആ നിമിഷം മനസ്സിലാക്കുന്നു. സുനിൽ തനിക്കായി വെച്ച കെണിയാണിതെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. 70 ലക്ഷം രൂപയുടെ കടക്കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച താൻ വധശിക്ഷയുടെ കെണിയിൽ വീണിരിക്കുന്നു. സുനിൽ എന്ന ചങ്ങാതി ഒരു ചെന്നായയായിരുന്നു. ഒരു ഉദ്യോഗസ്ഥൻ പോലും അയാളെ നോക്കിയില്ല. ഒരു ഭാവമാറ്റവും ആ മുഖങ്ങളിലുണ്ടായില്ല. ചോദ്യം ചെയ്യലിൽ താൻ നിരപരാധിയാണെന്ന് പറയാൻ ശ്രമിച്ചെങ്കിലും ആരും ചെവികൊണ്ടില്ല. നിയമം അതിന്റെ വഴിയിൽ സഞ്ചരിക്കാൻ തുടങ്ങി. ചോദ്യം ചെയ്യൽ മുറിയിലെ കടുപ്പമേറിയ വെളിച്ചത്തിൽ കാർത്തിക് സുനിലിനെക്കുറിച്ചും തന്നെ സ്വീകരിക്കാൻ വരാനിരിക്കുന്ന രാജേഷിനെക്കുറിച്ചും തന്റെ നിസ്സഹായതയെക്കുറിച്ചും വെളിപ്പെടുത്തി. താനൊരു കാരിയർ മാത്രമാണെന്നും കടം വീട്ടാനായി ചെയ്തതാണെന്നും അയാൾ സത്യം ചെയ്തു. എനിക്കിത് തന്നതാരെന്നോ ഇതെങ്ങോട്ട് പോകുമെന്നോ അറിയില്ല. എനിക്ക് സുനിലിനെ മാത്രമേ അറിയൂ. രാജേഷ് എന്നൊരാൾ എന്നെ സ്വീകരിക്കാൻ വരുമെന്ന് മാത്രമാണ് അയാൾ പറഞ്ഞത്. എന്നെ ചതിച്ചതാണ്. അധികൃതർ കാർത്തിക്കിന്റെ മൊഴി നിർണായകമായി കണക്കാക്കി. ഈ വിലപിടിപ്പുള്ള മരുന്നുകൾക്ക് പിന്നിൽ ഒരു വലിയ ശൃംഖലയുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. രാജേഷിനെ പിടികൂടാനായി വിമാനത്താവളത്തിന് പുറത്തു വല വിരിച്ചു. കാർത്തിക്കിനെ ഒരു ഇരയാക്കി ഉപയോഗിച്ച് വലിയൊരു ശൃംഖലയെ പിടിക്കാൻ അവർ ശ്രമിച്ചു. രാജേഷിനെ പിടികൂടാൻ അധികൃതർ ശ്രമിച്ചെങ്കിലും അയാൾ രക്ഷപ്പെട്ടു. അപകടം മനസ്സിലാക്കിയ അയാൾ അതിവേഗം സ്ഥലത്തു നിന്നൊരു ബൈക്കിൽ രക്ഷപ്പെട്ടു. അധികൃതർക്ക് വലിയ നിരാശയായി. എന്നാൽ കാർത്തിക്കിന്റെ മൊഴിയെയും അന്വേഷണത്തെയും തുടർന്ന് മയക്കുമരുന്ന് ശൃംഖലയുടെ പ്രധാന കണ്ണികളായ രാജേഷ്, സന്ദീപ്, ആലോക് എന്നിവർ കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ റിയാദിൽ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഇവരെല്ലാം സുനിലിന്റെ സഹായികളായിരുന്നു. സുനിലിനെ പിടികൂടാൻ കഴിഞ്ഞില്ല. അയാൾ ഇന്ത്യയിൽ ഒളിവിലായിരുന്നു. അറസ്റ്റ് ചെയ്യപ്പെട്ട അധികം വൈകാതെ കാർത്തിക് ദമ്മാമിലെ ഫൈസലിയ ജയിലിന്റെ ഇരുണ്ട തണുത്ത ചുമരുകൾക്കുള്ളിലായി. കട്ടിയുള്ള മതിലുകൾ, തണുത്ത തറ, ഇരുമ്പഴികൾ എല്ലാം ഒരു വിദേശ രാജ്യത്തെ കർശനമായ നിയമവ്യവസ്ഥയുടെ ഓർമ്മപ്പെടുത്തി. നിരാശയുടെ ഒരു അഗാധ ഗർത്തം. ദൂരെ എവിടെയോ സുനിൽ തന്റെ പദ്ധതി വിജയിച്ചതിൽ സന്തോഷിക്കുമ്പോൾ കാർത്തിക്കിന്റെ ജീവിതം ഒരു ഇരുമ്പഴികൾക്കുള്ളിൽ ഒതുങ്ങി. ഒറ്റത്തവണത്തെ റിസ്ക് അയാളെ വധശിക്ഷയുടെ വക്കിലെത്തിച്ചു. അയാളുടെ ഡയറിക്കുറിപ്പിൽ ആകെ ഒരു വാക്കുമാത്രം: അതിമോഹം. ഫൈസലിയ ജയിലിലെ ആദ്യ ദിനങ്ങൾ കഠിനമായ ഏകാന്തതയുടെയും ഭയത്തിന്റെയുമായിരുന്നു. ജയിലിന്റെ അന്തരീക്ഷം വളരെ വ്യത്യസ്തമായിരുന്നു. തണുത്ത കോൺക്രീറ്റ് തറ, ഉയരമുള്ള ഇരുമ്പുവാതിലുകൾ, എല്ലാത്തിനും ഒരു അറബിക് ഗന്ധം. അവിടെ പല രാജ്യക്കാർ, ഫിലിപ്പീനികൾ, പാകിസ്ഥാനികൾ, മറ്റ് അറബ് പൗരന്മാർ. അവരിലെല്ലാം കണ്ടത് സൗദി നിയമവ്യവസ്ഥയോടുള്ള കടുത്ത ഭയം. കാർത്തിക്കിന് ഭാഷാപരമായ ബുദ്ധിമുട്ടുകൾ നേരിട്ടെങ്കിലും കൂടെ അറസ്റ്റ് ചെയ്യപ്പെട്ട രാജേഷും സന്ദീപും ആലോകുമായി അവൻ അടുപ്പം സ്ഥാപിച്ചു. മറ്റു തടവുകാരിൽ നിന്നും സൗദി നിയമങ്ങളെക്കുറിച്ച് അവൻ മനസ്സിലാക്കി. മയക്കുമരുന്നിന് ദയയില്ല. തെളിയിക്കപ്പെട്ടാൽ വധശിക്ഷ ഉറപ്പാണ്. നിങ്ങൾ നിരപരാധിയാണെന്ന് പറഞ്ഞാലും നിങ്ങൾ വഹിച്ചുകൊണ്ടുവന്ന ലഹരി വസ്തുവാണിവിടെ തെളിവ്, ഒരു ഈജിപ്ഷ്യൻ തടവുകാരൻ അവനോട് പറഞ്ഞു. കാർത്തിക്കിന്റെ ഡയറിക്കുറിപ്പിൽ ആകെ ഭയം മാത്രം നിറഞ്ഞു. വിചാരണ ലളിതവും വേഗത്തിലുമായിരുന്നു. കോടതി മുറിയിൽ വിധി പ്രഖ്യാപനം ഒരു തണുത്ത കാറ്റുപോലെ കാർത്തിക്കിന്റെ മേൽ പതിച്ചു. കാർത്തിക്കിന്റെയും കൂട്ടുകാരുടെയും വാദങ്ങൾ കോടതി വേണ്ടത്ര പരിഗണിച്ചില്ല. തെളിവുകൾ, അതായത് ലഹരി വസ്തുക്കൾ, മാത്രമാണ് കോടതിയുടെ മുൻപിലുണ്ടായിരുന്നത്. താനൊരിരയാണെന്നുള്ള കാർത്തിക്കിന്റെ വാദം അത്യാഗ്രഹത്താൽ നിയമം ലംഘിച്ച ഒരു കുറ്റവാളിയുടെ ന്യായീകരണമായി മാത്രം കോടതി കണ്ടു. ജനറൽ കോടതിയുടെ വിധി പ്രഖ്യാപനം ഒരു പേടി സ്വപ്നമായിരുന്നു. കാർത്തിക്കിനും രാജേഷിനും വധശിക്ഷ, അതായത് ശിരച്ഛേദം. സന്ദീപിനും ആലോകിനും നീണ്ട തടവും ചാട്ടവാറടിയും. കാരണം അവർ ലഹരി വസ്തുക്കൾ വിതരണം ചെയ്യുന്ന ശൃംഖലയിലെ ചെറിയ കണ്ണികൾ മാത്രമായിരുന്നു. വധശിക്ഷ എന്ന വാക്ക് കാർത്തിക്കിന്റെ ചെവിയിൽ ഒരിടിമിന്നൽ പോലെ പതിച്ചു. ഇരുമ്പഴികൾക്കുള്ളിൽ വീണ അയാൾ ബോധരഹിതനായി. ഉണർന്നപ്പോൾ അവന്റെ മനസ്സിൽ ഒരൊറ്റ ചിന്ത മാത്രം: ഇനി തനിക്കൊരു തിരിച്ചുവരവില്ല. കടം വീട്ടാനുള്ള മോഹം കാരണം തന്റെ കുടുംബത്തിന് നഷ്ടപ്പെട്ടത് കടം മാത്രമല്ല, തന്റെ ജീവൻ കൂടിയാണ്. ദീപ്തിയുടെ മുഖം അവൻ ഓർത്തു. അവൾ എങ്ങനെ ഇത് താങ്ങും? ജയിലിൽ മനുഷ്യത്വത്തിന്റെ ഒരു ചെറിയ കിരണമായിരുന്നു ഓഫീസർ ഖാലിദ്. തന്റെ കർക്കശമായ യൂണിഫോമിനുള്ളിൽ ഒരു മൃദുവായ മനസ്സുണ്ടായിരുന്ന അറബി ഉദ്യോഗസ്ഥൻ. കർശനമായി നിയമം പാലിക്കുമ്പോഴും ഈ വിദേശ തടവുകാരുടെ നിസ്സഹായത അദ്ദേഹം മനസ്സിലാക്കാൻ ശ്രമിച്ചു. നിങ്ങളിവിടെ എത്തിയത് നിങ്ങളുടെ മോഹത്തിന്റെ പുറത്താണ്. പക്ഷേ ഒരു മനുഷ്യന് രണ്ടാമതൊരവസരം ലഭിക്കണം എന്ന് അദ്ദേഹം കാർത്തിക്കിനോട് പറഞ്ഞു. അദ്ദേഹം കാർത്തിക്കിനെ വ്യക്തിപരമായി സന്ദർശിക്കുകയും നിയമവശങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുകയും ചെയ്തു. ഖാലിദാണ് കാർത്തിക്കിന് നിയമസഹായം നൽകാനും അപ്പീൽ സാധ്യതകളെക്കുറിച്ച് അറിയിക്കാനും സഹായിച്ചത്. വധശിക്ഷ കിട്ടിയ കേസുകളിൽ അപ്പീൽ നൽകാനുള്ള നിയമപരമായ അവകാശമുണ്ടെന്ന് ഖാലിദ് വിശദീകരിച്ചു. തെറ്റ് ചെയ്തെങ്കിലും നിങ്ങൾ മനുഷ്യരാണ്. നിങ്ങളുടെ വാദങ്ങൾ ഉയർന്ന കോടതികളിലെത്തണം എന്ന ഖാലിദിന്റെ വാക്കുകൾ തകർന്നുപോയ കാർത്തിക്കിന് ആശ്വാസത്തിന്റെ ആദ്യ കിരണമായി. കാർത്തിക് ഒരു ചെറിയ പ്രതീക്ഷയിൽ അപ്പീൽ നൽകി. താനൊരിരയാണെന്ന് അപ്പീൽ കോടതിക്ക് മനസ്സിലാകുമെന്ന് അയാൾ വിശ്വസിച്ചു.
മാസങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരുന്നു. ജയിലിലെ ഓരോ ദിവസവും അനന്തമായി നീണ്ടുപോയി. ഓരോ വാതിലിലും മുട്ടുന്ന ശബ്ദം പോലും വിധി പ്രഖ്യാപിക്കാൻ വന്ന ഉദ്യോഗസ്ഥരുടേതായി കാർത്തിക് തെറ്റിദ്ധരിച്ചു. ഉറക്കമില്ലാത്ത രാത്രികൾ. അപ്പീൽ കോടതിയുടെ വിധി ഞെട്ടിച്ചു. കാർത്തിക്കിന്റെയും രാജേഷിന്റെയും വധശിക്ഷ ശരിവച്ചു. മാത്രമല്ല, അതിലും ഭീകരമായി സന്ദീപിന്റെയും ആലോകിന്റെയും ശിക്ഷ 15 വർഷമായി ഉയർത്തുകയും അവരുടെ കാര്യവും വധശിക്ഷ നൽകാനുള്ള സാധ്യത പരിഗണിക്കണമെന്ന സുപ്രീം കൗൺസിലിന് കൈമാറുകയും ചെയ്തു. കോടതിയുടെ കാഴ്ചപ്പാടിൽ അവർ വലിയൊരു ശൃംഖലയുടെ ഭാഗമായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് ലഭിച്ച ആദ്യ ശിക്ഷ കുറഞ്ഞുപോയത്. കാർത്തിക് നീതിക്കുവേണ്ടി നിലവിളിച്ചു. താൻ കാരണം കൂട്ടുകാർക്ക് ദുരിതം വരുത്തിയതിൽ സ്വയം ശപിച്ചു. താനാണിതിനെല്ലാം കാരണമെന്ന കുറ്റബോധം അയാളെ തളർത്തി. സന്ദീപ് നിസ്സഹായതയോടെ കാർത്തിക്കിനെ നോക്കി. "നീ നമ്മളെയും കൂടെ കൊണ്ടുപോകുകയാണോ കാർത്തിക്?" എന്ന് ചോദിച്ചപ്പോൾ കാർത്തിക്കിന് മറുപടിയുണ്ടായിരുന്നില്ല. ആ കുറ്റബോധം അയാളെ കൂടുതൽ ആത്മീയമായ ചിന്തകളിൽ തള്ളിവിട്ടു. ഖാലിദ് ഓഫീസറുടെ സഹായത്തോടെ സുപ്രീം ജുഡീഷ്യൽ കൗൺസിലിൽ അപ്പീൽ നൽകി. സൗദി നിയമവ്യവസ്ഥയിലെ അവസാനത്തെ ആശ്രയം. കൗൺസിൽ വിധി മാറ്റിയെഴുതിയില്ലെങ്കിൽ ഒന്നും ചെയ്യാനില്ല. മാസങ്ങൾ നീണ്ട ആശങ്കകൾ. ജയിലിനുള്ളിലെ ഓരോ ദിവസവും കഴിച്ചുകൂട്ടുന്നത് യുദ്ധം ജയിക്കുന്നതുപോലെയായിരുന്നു. അയാൾ സ്വന്തം ഡയറിക്കുറിപ്പുകളിൽ ദൈവത്തെക്കുറിച്ച് എഴുതാൻ തുടങ്ങി. ഒരു ദിവസം ഉച്ചയ്ക്ക് ഉദ്യോഗസ്ഥർ വിധി പ്രഖ്യാപിക്കാൻ വന്നു. കൗൺസിൽ വിധി പ്രഖ്യാപിച്ചു. സന്ദീപിനും ആലോകിനും ആശ്വാസമായി. അവരുടെ ശിക്ഷ യഥാക്രമം 15ഉം 10ഉം വർഷമായി കുറച്ചു. അവരുടെ നിരപരാധിത്വം പൂർണ്ണമായി തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കാർത്തിക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ അവരുടെ പങ്ക് ചെറുതായിരുന്നു. എന്നാൽ കാർത്തിക്കിന്റെയും രാജേഷിന്റെയും വധശിക്ഷ അന്തിമമായി ഉറപ്പിച്ചു. ശിക്ഷ നടപ്പിലാക്കാനുള്ള തീയതി ഉടൻ പ്രഖ്യാപിക്കുമെന്നും അറിയിച്ചു. കാർത്തിക്കിന്റെ ഡയറിക്കുറിപ്പിലെ അവസാന വാക്കുകൾ: "തീർന്നു. എല്ലാ വഴികളും അടഞ്ഞിരിക്കുന്നു. എന്റെ മോഹം എന്റെ ജീവനെടുത്തു. ഭൗതികമായ എല്ലാ കെട്ടുപാടുകളും അഴിഞ്ഞുപോയിരിക്കുന്നു. ഇനി ദൈവത്തിന്റെ വഴി മാത്രം." കാർത്തിക്കിന്റെ കുടുംബം ഈ വിധിവാർത്ത അറിയുന്നു. ദീപ്തി തകർന്നുപോയി. കടം നൽകിയവരിൽ നിന്ന് ഒളിച്ചോടുന്നതിനിടയിൽ ഭർത്താവ് വധശിക്ഷ കാത്ത് ജയിലിൽ കിടക്കുന്നുവെന്ന സത്യം അവർക്ക് താങ്ങാനായില്ല. ഒരൊറ്റ രാത്രിയിലെ മോഹം ഒരു കുടുംബത്തെ മുഴുവൻ കൊന്നുകളഞ്ഞതിന്റെ വേദന ദീപ്തിയുടെ കണ്ണീരായി. സുനിലിന്റെ വാഗ്ദാനങ്ങൾ വെറും ചതിയായി മാറി. അവൾ എങ്ങനെ മക്കളോട് ഈ സത്യം പറയും? അവൾ തന്റെ കുട്ടികളെ കെട്ടിപ്പിടിച്ച് ഉമ്മറപ്പടിയിൽ മൗനമായി കരഞ്ഞു. ശിക്ഷ നടപ്പാക്കാനുള്ള തീയതി പ്രഖ്യാപിച്ചു. അവസാന ദിവസം. രാത്രി മുഴുവൻ കാർത്തിക് ഉറങ്ങിയില്ല. ഭയം ഒരു പരിധി കഴിഞ്ഞപ്പോൾ അതൊരുതരം ശാന്തതയിലേക്ക് വഴിമാറി. തന്റെ എല്ലാ ഭൗതിക ബന്ധങ്ങളും മറ്റുപോകുന്നതായി അയാൾക്ക് തോന്നി. അയാൾ കണ്ണടച്ചു കിടന്നു. മനസ്സ് ശൂന്യമായിരുന്നു. പുലർച്ചെ ഖാലിദ് ഓഫീസർ വന്ന് വിട പറഞ്ഞു. അയാൾ കാർത്തിക്കിന്റെ കൈകളിൽ സ്പർശിച്ചു. "ഇനി ഭയപ്പെടേണ്ട കാർത്തിക്. നിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യാൻ ഇതിലും വലിയ മാർഗമില്ല. ആത്മീയമായി ശാന്തനാവുക. മനുഷ്യർ ചെയ്യുന്ന തെറ്റുകൾക്ക് ദൈവം ക്ഷമിക്കും. നിങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ സമ്മാനം നേടി. അത് മരണഭയത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്." കാർത്തിക് ആഴത്തിൽ പശ്ചാത്തപിച്ചു. അതിമോഹം തന്നോട് ചെയ്ത ക്രൂരതയെ ഓർത്ത് അയാൾ കരഞ്ഞു. പിന്നീട് ഖാലിദ് നൽകിയ ചില ആത്മീയ ഗ്രന്ഥങ്ങൾ അയാൾ വായിച്ചു. ദൈവഭയം മരണഭയത്തെ കീഴടക്കി. കാർത്തിക് ശാന്തനായി. പ്രഭാതം. 10 മണിക്ക് കുളിച്ചു തയ്യാറാകാനുള്ള നിർദ്ദേശം വന്നു. കാർത്തിക് ശാന്തനായിരുന്നു. മുഖത്തൊരുതരം നിർവികാരത. അയാൾ കണ്ണാടിയിൽ നോക്കി ചിരിച്ചു. താൻ ചെയ്ത തെറ്റിന് ശിക്ഷ ഏറ്റുവാങ്ങാൻ തയ്യാറായൊരു മനുഷ്യന്റെ ചിരി. 11 മണിക്ക് ശിക്ഷ നടപ്പാക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാനുള്ള വാഹനത്തിൽ അയാൾ കയറി. രാജേഷ് ഭയന്ന് അർദ്ധബോധാവസ്ഥയിലായിരുന്നു. അവന്റെ കൈകാലുകൾ വിറച്ചു. എന്നാൽ കാർത്തിക് നിർവികാരനായിരുന്നു. ശിക്ഷ നടപ്പാക്കാൻ കൊണ്ടുപോകുന്നതിന് തൊട്ടുമുൻപ് ജയിലിലെ ആത്മീയ ഡയറിക്കുറിപ്പിൽ അവസാനമായി അയാൾ കുറിച്ചു: "ഞാൻ മോഹത്തിന്റെ വില കൊടുക്കാൻ പോകുന്നു. ഇപ്പോൾ ഞാൻ സ്വതന്ത്രനാണ്. എന്റെ ബന്ധനങ്ങളെല്ലാം അഴിഞ്ഞുപോയിരിക്കുന്നു. മോഹമാണ് യഥാർത്ഥ ബന്ധനം. ഭയമില്ലാതെ ഞാൻ എന്റെ യാത്ര തുടങ്ങുന്നു. എന്റെ കുടുംബത്തോട് ക്ഷമ ചോദിക്കുന്നു." ഉച്ചനമസ്കാരത്തിന് ശേഷം വിധി നടപ്പാക്കി. ആരാച്ചാർ, കണ്ണുകെട്ടൽ, മുട്ടുകുത്തിയിരുത്തൽ. 2 മിനിറ്റിനുള്ളിൽ എല്ലാം അവസാനിച്ചു. കാർത്തിക്കിന്റെ മോഹത്തിന്റെ വില പൂർണ്ണമായി അടച്ചുതീർന്നു. കാർത്തിക്കിന്റെ നല്ല പെരുമാറ്റം കാരണം, കൂടാതെ ശിക്ഷാ ഇളവുകൾ ലഭിച്ചതിനാൽ സന്ദീപിനും ആലോകിനും ശിക്ഷാകാലാവധിക്ക് മുൻപേ മോചനം ലഭിച്ചു. അവർ നാട്ടിലേക്ക് മടങ്ങി. കാർത്തിക്കിന്റെ മരണം അവർക്കൊരു പാഠമായിരുന്നു. അവരൊരു പുതിയ ജീവിതം തുടങ്ങി. ഒരിക്കലും എളുപ്പവഴി തേടില്ലെന്ന് ദൃഢനിശ്ചയം ചെയ്തു. അവർ കാർത്തിക്കിന്റെ കുടുംബത്തെ സഹായിക്കാൻ തീരുമാനിച്ചു. കാർത്തിക്കിന്റെ അതിമോഹം കാരണം ഒരു കുടുംബം നശിച്ചു. അവർ ആ കുടുംബത്തിന് സമാധാനം തിരികെ നൽകാൻ പ്രതിജ്ഞയെടുത്തു. ഈ നോവൽ ഒരു പാഠമായി നിലകൊള്ളുന്നു. അതിമോഹവും എളുപ്പവഴികളും ഒരു മനുഷ്യനെ എവിടെ എത്തിക്കുമെന്ന്